സുജിൻ്റെ ഇവിടെ ഇത് പറഞ്ഞിട്ട് LDF വന്നു. നാളുകൾക്കകം 3 സ്റ്റാർ അടക്കം മുഴുവൻ മദ്യശാലകൾ തുറന്നു കൊടുത്തു. ബിയർ വൈൻ പാർലർ അനുവാദം, പോലീസ് ക്യാൻറ്റീൻ മദ്യവിൽപ്പന അനുമതി, ആഭ്യന്തര ലോഡ്ജുകൾക്കും വിദേശ മദ്യം ദൂരപരിധി നിയമം 50 ആക്കി. നേരത്തെ 200 ആയിരുന്നു. ഈ പറയുന്ന അതിനു മുമ്പ് തന്നെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിലെ 232 447 വകുപ്പ് പുറത്താക്കൽ. ഇതൊക്കെ ഇപ്പോൾ മദ്യവർജനമാണ് നയം എന്നൊക്കെ ഒരു ഭംഗിവാക്കെന്ന് പറഞ്ഞാലും അതൊന്നും പ്രാക്ടിക്കൽ ആവില്ല. അത് കേരളത്തിലെ മാത്രം അടിസ്ഥാനത്തിലല്ല, മദ്യം നിരോധിച്ച ഗുജറാത്തിലെ സാഹചര്യം അടക്കം. ഇനി ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ പറഞ്ഞ എഫക്റ്റീവായി മദ്യം നിരോധിച്ച ഒരു രാജ്യവുമില്ല എന്ന വസ്തുതയടക്കം. സത്യം അതാണ്. മദ്യവർജനം എന്നൊരു ഭംഗിവാക്ക് സർക്കാർ പറയാമെങ്കിലും സർക്കാർ ഇടുന്ന വരുമാനം എത്രയാണെന്ന് ജിൻഡോ? ആ വരുമാനം വേണ്ടെന്ന് വെക്കണം. ഇപ്പോൾ ഒരു അൺഒഫീഷ്യൽ കണക്ക് ഹോം ഡെലിവറിക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ 2000 കോടി അധികം വരുമെന്നാണ് പറയുന്നത്. ജിൻഡോ, എന്തിനാണ് പണം വേണ്ടെന്ന് നോക്കുന്നത്? ഞാൻ ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് അവർ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും അതിന് മുമ്പ് നടത്തിയ പ്രചരണത്തിലും ഈ 24 ന്യൂസിൽ ഇപ്പോൾ നിങ്ങൾ കാണിച്ചതുപോലെയുള്ള ദൃശ്യങ്ങളടക്കം കേരളത്തിൽ പ്രചരിപ്പിച്ചത് മദ്യവർജനമാണ് LDF സർക്കാരിൻ്റെ നയം, മദ്യനിരോധനമല്ല എന്ന് പറഞ്ഞു. KPC ലളിതയും ഇന്നസെൻറ്റും മരണപ്പെട്ടുപോയി. പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണല്ലോ, പരസ്യത്തിനും. അതുപോലെ VS അച്യുതാനന്ദനും സീതാറാം യെച്ചൂരിയും മരണപ്പെട്ടുപോയി. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ CPMൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ മദ്യനയത്തിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നയമാറ്റം എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും 29 ബാറിൽ നിന്ന് അത് 783 ബാറിലേക്ക് വർദ്ധിപ്പിക്കുകയും കേരളത്തിലെമ്പാടും മദ്യം ധാരാളം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ നയം എന്ന് പറഞ്ഞാൽ മദ്യവർജനമല്ല, മദ്യവർദ്ധനവാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് വേണ്ട. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഹർസ്കറിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും താല്പര്യം. അതാണ്, ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ വിചാരിക്കുന്നു വിദേശ ടൂറിസ്റ്റുകളും ആഭ്യന്തര ടൂറിസ്റ്റുകളും കേരളത്തിലേക്ക് വരുന്നത് മദ്യപിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു ധാരണയാണ് ഇവർ സൃഷ്ടിക്കുന്നത്. തീർച്ചയായിട്ടും ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് മദ്യത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, മദ്യത്തിനുള്ള മദ്യശാലകൾ ഒരുക്കി കൊടുക്കുകയും മദ്യം സുലഭമായി ലഭ്യമാക്കുകയും മാത്രമല്ല, ഈ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ആളുകൾക്ക് അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എത്രത്തോളം ഉറപ്പ് കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. PWD വകുപ്പും ടൂറിസം വകുപ്പ് മന്ത്രിയും ഒരാൾ തന്നെയാണ്, മുഹമ്മദ് റിയാസാണ്. ഞാൻ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തൊന്ന് പോയത്. പോയപ്പോൾ അവിടേക്ക് എത്തുന്ന റോഡുകൾ കിടക്കണം. അത് അതിനുശേഷം നന്നാക്കിയോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ നമ്മൾ ടൂറിസം ഡെസ്റ്റിനേഷനുകൾക്ക് ചെല്ലാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം, റോഡ് ഉണ്ടാകണം, പാലം ഉണ്ടാകണം, മറ്റു പലതും ഉണ്ടാകണം. ഇന്ന് കേരളത്തിലെ റോഡ് സൗകര്യങ്ങൾ എങ്ങനെയാണ്? ഇനി കംഫർട്ട് സ്റ്റേഷനുകൾ, എത്ര ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ആവശ്യത്തിനുള്ള കംഫർട്ട് സ്റ്റേഷനുകളുണ്ട്? ഇതൊന്നും ഒരുക്കാതെ മദ്യശാലകൾ തുറന്നു വെച്ചാൽ 2000 കോടി രൂപ കിട്ടുമെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്വർണ്ണത്തിൽ നിന്നുള്ള നികുതി പിരിച്ചാൽ എത്ര 1000 കോടി കിട്ടുമായിരുന്നു? അങ്ങനെ പലതരത്തിലും പിരിച്ചു കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപ നമ്മുടെ നികുതി കുടിശ്ശിയായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ താല്പര്യം ഇതിൽ മദ്യശാലകൾ കൂടുതൽ തുടങ്ങുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ കോവിഡിൻ്റെ സമയത്തൊരു ആപ്പ് ഉണ്ടായിരുന്നല്ലോ, അതെ, ആ ആപ്പ് തുടങ്ങിയതിൻ്റെ പേരിൽ നമ്മൾ കണ്ടതാണ്. നമ്മളുടെയൊക്കെ നാട്ടിൻപ്രദേശം, ഞാനൊരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ഒരാളാണ്. നാട്ടിൻപ്രദേശത്തെ ബാറുകളിലേക്കായിരുന്നു അതിൻ്റെ കോഡെല്ലാം നേരത്തെ കിട്ടുന്നത്, ബുക്കിംഗ് കിട്ടുന്നത്. അപ്പോൾ ബാറുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള തട്ടിപ്പായിരുന്നു ആ സമയത്ത് നടന്നത്. അതിൻ്റെ പുറകിൽ നടന്ന തട്ടിപ്പൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു. തട്ടിപ്പൊക്കെ വെളിവാക്കപ്പെടുമ്പോഴത്തേനും തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത സർക്കാർ സംവിധാനങ്ങളും ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന കുറേ ആളുകളൊക്കെ ഒരുപാട് കോടികൾ അടിച്ചുകൊണ്ട് പോകും. ഇവിടുത്തെ പാവപ്പെട്ട മദ്യപകരെ പോലും ചൂഷണം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, 20 രൂപയുടെ ഡെപ്പോസിറ്റ് വാങ്ങി കുപ്പി തിരിച്ചു കൊടുത്താൽ പണം തിരിച്ചു കൊടുക്കുമെന്നും പറഞ്ഞ ഒരു നിർദ്ദേശം നീ കണ്ടു. എന്തൊക്കെയാണ് പറയുന്നത്? ആളുകൾ തലയിൽ മുണ്ടിട്ടും ഒളിച്ചും പാത്തുമാണ് മദ്യപിക്കുന്നത്. ഇപ്പൊ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് നമ്മൾ പറയുന്നു. തലയിൽ മുണ്ടിട്ട് ഒളിച്ചും പാത്തും മദ്യപിക്കുന്നതിന് പരിഹാരമല്ലേ ഹോം ഡെലിവറി? വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്യുന്നു, സ്വിഗ്ഗിക്കാരൻ അത് കൊണ്ടുവരുമ്പോൾ ID കാർഡ് കാണിക്കണമെന്ന് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. ഇനി ആപ്പ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആധാർ കൂടെ ലിങ്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇനി ID കാർഡ് ചോദിക്കുന്നു, ID കാണിക്കുന്നു, മിണ്ടാതിരിക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു. അപ്പൊ ഈ താങ്കൾ തലയിൽ മുണ്ടെടുത്ത പ്രശ്നമില്ലല്ലോ. അല്ല ഹാഷ്മി, അതിലൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ സർക്കാരിന് തന്നെ കൃത്യമായൊരു നിലപാടില്ല. എക്സൈസ് മന്ത്രിയുടെ 2-3 ബൈറ്റുകൾ നിങ്ങൾ കാണിച്ചല്ലോ, എന്താ അതിലൊരു നിലപാട്? ഞാൻ ചോദിക്കട്ടെ, 23 വയസ്സിന് മേലെയുള്ള ആളാണെന്ന് ഈ മദ്യം ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന ആളുടെ ID വെരിഫിക്കേഷൻ ആരാ നടത്തുന്നത്? ഈ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ പോലും ക്രമക്കേട് നടക്കുന്ന ആസൂത്രിതമായിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്നലെ ഇന്നൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് മദ്യം വാങ്ങുന്ന ഒരു 23 വയസ്സിന് മേലെയാണെന്ന് കാണിച്ച് രേഖ ബോധ്യപ്പെടുത്തിയിട്ടേ മദ്യം കൊടുക്കുള്ളൂ. ഏത് ഡെലിവറി ബോയി? എത്ര ഡെലിവറി ബോയ്മാർക്ക് നിർബന്ധമായിട്ടും വോട്ടർ നിങ്ങളുടെ ഏജ് പ്രൂഫ് കാണിച്ചിട്ടേ തരുവുള്ളൂ എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവും? അതൊന്നാമത്തെ പ്രശ്നം. ഇനി 2, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പം ഉണ്ടാകില്ലെന്ന് എന്തുറപ്പാണ് സംസ്ഥാന സർക്കാർ കൊടുക്കാൻ പറ്റുക? പരമാവധി 3 ലിറ്റർ മേടിക്കാൻ പറ്റുന്നോ? അല്ല, അത് കുഴപ്പമില്ല. പരമാവധി 3 ലിറ്ററേ ഒരു സമയം മേടിക്കാൻ പറ്റുള്ളൂ എന്നാണ് അത്ര കേൾക്കുന്നത്. അല്ല ഹാഷ്മി, നമ്മൾ ബെബ്ക്യൂ ആപ്പിന്റെ ഒക്കെ പ്രവർത്തനം നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മുടെ മുൻ അനുഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ എനിക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ള ഹാഷ്മി, എന്ത് സാമൂഹ്യാഘാത പഠനമാണ് ഈ പറഞ്ഞ
എക്സൈസ് വകുപ്പും അല്ലെങ്കിൽ ബെവ്കോയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്? നമ്മൾ ഏതൊരു പ്രോജക്റ്റ് നടത്തുമ്പോഴും അതിൻ്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വേണമല്ലോ. 2000 കോടി രൂപ അധികം സംസ്ഥാന സർക്കാരിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ഈ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയിട്ടുണ്ടോ? ഇത് എത്തരത്തിലാണ് ഈ സമൂഹത്തിൽ ബാധിക്കാൻ പോകുന്നത്? അതിൻ്റെ ഒരു സാമൂഹ്യാഘാത പഠനം കൂടി വേണ്ടേ? അപ്പോൾ ഞാൻ മദ്യനിരോധനം എന്നുള്ള കൺസെപ്റ്റിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. മദ്യം നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങൾ അത് എത്രത്തോളം പൂർണ്ണമായിട്ട് നടപ്പാക്കി എന്ന് ചോദിച്ചാൽ അതും ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. പക്ഷേ ഒരു സർക്കാർ എടുക്കുന്ന നിലപാട് അത് എല്ലാം ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അല്ല ജിൻഡോ, ഈ ലഹരി എന്ന് പറയുന്നത് സമൂഹത്തിലെ യാഥാർത്ഥ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയധികം ബാറുകൾ നോക്കൂ, 29 നിന്ന് എത്രയാണ് കൂടിയത്? ഇപ്പോൾ 1789 ബാറുകൾ ഉണ്ടായിട്ടും, അതല്ലാത്ത ഈ പറയുന്ന രീതിയിലുള്ള ഔട്ട്ലെറ്റുകൾ ഉണ്ടായിട്ടും, അതല്ലാതെ ബിയർ വൈൻ പാർലറൊക്കെ ഉണ്ടായിട്ടും MDMAക്ക് വല്ല കുറവുണ്ടോ ഈ നാട്ടിൽ? MDMA ഈ പറയുന്ന നമ്മൾ ഇതുവരെ പേരിയാകത്ത LSD, സ്റ്റാമ്പ്, മറ്റേതാ മറിച്ചതാ, ഇവിടെ അടിത്തട്ടിൽ കുട്ടികൾക്ക് വരെ യഥേഷ്ടം കിട്ടുന്ന പരുവത്തിൽ കിടക്കുക. നാട് കുട്ടിച്ചോറാക്കാൻ പരുവത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ കൂടെ മദ്യഗുണം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ല ഹാഷ്മി, ഞാൻ മദ്യം വേണ്ടെന്നല്ല, എൻ്റെ ആർഗ്യുമെന്റ് ആദ്യം മുതൽ ശ്രദ്ധിച്ചറിയാം. ഞാൻ മദ്യം വേണ്ടെന്നല്ല പറയാ. ഒരു പദ്ധതി നടപ്പാക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു പഠനം വേണം. ഇവിടെ KCBC എതിർത്തുന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷം അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല. സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ട് ഒരു ധാരണയുണ്ടോ ഇതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്, എന്താണ് ഇതിന്റെ സാമൂഹ്യാഘാത പഠനം? അല്ലെങ്കിൽ കേവലം 2000 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ അതെന്താ എങ്ങനെ നമ്മുടെ സമൂഹത്തെ ബാധിക്കും? ഇനി MDMA അടക്കമുള്ള രാസലഹരി വ്യാപിക്കുമ്പോൾ എക്സൈസ് വകുപ്പ് എത്രത്തോളം ക്രിയാത്മകമാണ്, നമ്മുടെ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം ക്രിയാത്മകമാണ്, എത്രത്തോളം കേസുകൾ നമുക്കതിൽ പിടിക്കാൻ പറ്റുന്നുണ്ട്, വ്യാപനം തടയാൻ പറ്റുന്നുണ്ടോ, സോഴ്സുകൾ തടയാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണിത്. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ മദ്യനിരോധനത്തിന് പൂർണ്ണമായി യോജിപ്പില്ലാത്ത ഒരു വ്യക്തിപരമായ ഒരാളാണെങ്കിൽ പോലും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. വൈകുന്നേരം ഇവർ മദ്യപിക്കാതെ ഇവർ വേറെ എന്താണ് നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ? നമ്മുടെ സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ. ഒരേ സമയം തന്നെ 2000 കോടി രൂപ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഡോർ ടു ഡോർ മദ്യ വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് കുറെ പണം എടുത്തുകൊണ്ട് നിങ്ങൾ മദ്യപിക്കരുന്നുള്ള ക്യാമ്പയിൻ നടത്തുകയും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഈ ഉപദേശവും ഈ രണ്ട് പരിപാടിയും ശരിയല്ല. കൃത്യമായിട്ട് ഒരു നിലപാട് വേണം. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? 2000 കോടി രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ 2000 കോടി രൂപയല്ല 20,000 കോടി രൂപ ആർജിക്കാൻ പറ്റുന്ന പല പദ്ധതികളും ഉണ്ടല്ലോ, അതൊന്നും നടപ്പാക്കുന്നില്ലല്ലോ. ഒരു സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ മദ്യം വിറ്റും ലോട്ടറി അടിച്ചും മാത്രം പണം ആർജിച്ചാൽ മാത്രം മതിയോ? എന്തോ ഒരു വികസന കാഴ്ചപ്പാടാണ്. ഇപ്പൊ ഹസ്കർ പറഞ്ഞല്ലോ, കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് നിലപാടിൽ മാറിയെന്ന്. അപ്പോൾ 2016 നിന്ന് 2025 ആകുമ്പോഴത്തേനും ഇവർ നിലപാട് മാറ്റിയപ്പോൾ നിലപാട് മാറ്റി എന്നെങ്കിലും പൊതുസമൂഹത്തോട് പറയേണ്ടതാണ്. ഇപ്പൊ പിണറായി വിജയൻ സർക്കാരിന്റെ നയം എന്ന് പറഞ്ഞാൽ മദ്യവർജനമല്ല, ഘട്ടം ഘട്ടമായിട്ടുള്ള മദ്യവർജനമല്ല, മദ്യവർധനമാണ്. അത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. 2000 കോടി രൂപയുടെ അധിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇതിന്റെ പുറകിൽ മറ്റെന്തൊക്കെയോ തട്ടിപ്പുകളുണ്ട്.